നിങ്ങളുടെ മുന്നിൽ ഒരു പുസ്തകം വച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേരാപാര കുറേ വരകൾ വരയ്ക്കാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ അക്ഷരങ്ങൾ കൊണ്ട് ഒരു കവിത തീർക്കാം. അല്ലെങ്കിൽ ഒരു ചെറുകഥ തീർക്കാം. വേണമെങ്കിൽ സുന്ദരമായ വസ്തുക്കൾ അവിടെ വരച്ചു വയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്നും വരുന്ന ആ ചോദനകൾ എങ്ങനെയാണോ അതാണ് അവൻ അവിടെ കോറിയിടുന്നത്. എപ്പോഴും പൂക്കളെയും പ്രകൃതിയെയും നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല മനസ്സുകളുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ ആ ബുക്കുകളിലേക്ക് പകരുകയാണെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അല്ല, നിങ്ങൾ അതിനുള്ളിൽ ക്രൂരമായ കുറേ രൂപങ്ങളോ അല്ലെങ്കിൽ വല്ലാത്ത നെഗറ്റിവിറ്റി പകർത്തുന്ന കുറേ രൂപങ്ങളോ ചെയ്യുന്നു എന്നിരിക്കട്ടെ, അത് അരോചകമായിരിക്കും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ പ്രവൃത്തിയും. നമ്മുടെ ചിന്തകളിൽ ഉരുവിട്ട് വരുന്ന അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന എന്തോ അത് നമ്മൾ പുറത്തേക്ക് വരുന്നു. ആ പുസ്തകത്തിൽ നമ്മൾ കോറിയിടുന്നു. കൂട്ടുകാരെ, നല്ല കഥകളും നല്ല കവിതകളും കാണാനും നല്ല ചിത്രങ്ങൾ കാണാനുമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആണോ? എങ്കിൽ അതിനായി നമുക്ക് ശ്രമം തുടങ്ങാം.